ദർശനയുടെ മുടി ഒന്ന് സ്ട്രൈറ്റ് ആക്കണം, കളറാക്കണം. ഇതായിരുന്നു ഇന്നത്തെ പടപ്പുറപ്പാടിൻ്റെ ഒരു ലക്ഷ്യം. പക്ഷേ ഞാൻ 2 വഴിക്കൊന്നും എത്തിയാൽ ഞാൻ ആദ്യം എത്തി, ഒന്നും വൈകിയില്ല. അതേ ഒരു ജ്യൂസ് ഇടാം, എന്നാൽ പിന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ജ്യൂസ് നോക്കി. ഏതാണെന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഡ്രസ്സിന് മാച്ചായിട്ട് ഒരെണ്ണം അങ്ങ് വാങ്ങി. അപ്പോഴത്തേക്ക് ഇതേ നടുവിന് കൈയൊക്കെ വെച്ച് ദർശന പതുക്കെ കയറി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ബ്യൂട്ടി പാർലറിലെത്തി, സലോണിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പം അവൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അത് അവൾ കസരക്കറി ഇരുന്നു. എന്ത് ചോദിച്ചാലും അവൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പതുക്കെ ഇത് സ്ട്രൈറ്റൻ ചെയ്യണം, കളർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഇത് എന്നോട് ചോദിച്ചു എന്നാ ചെയ്യേണ്ടതെന്ന്. ബോറടിച്ച് എത്ര നേരം ഇരിക്കണം എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ ഞാനോട് തന്നാൽ പിന്നെ എൻ്റെ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിയേക്ക്, ഇച്ചിരി നീളം കുറച്ചേക്ക്, നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടൈം കിട്ടുകയാണെങ്കിൽ ഒന്ന് ഹൈലൈറ്റൊക്കെ അവിടെ എവിടെയും ചെയ്യാം. മുന്നേ കളർ ചെയ്ത മുടിയൊക്കെ ഇച്ചിരി റഫായിട്ടുണ്ട്, അതൊക്കെ വേണമെങ്കിൽ ഒന്ന് വെട്ടി ഷേപ്പാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ചേട്ടാ എല്ലാം സെറ്റെന്ന് പറഞ്ഞു. പക്ഷേ പണി കഴിഞ്ഞ് കണ്ണാടി നോക്കിയാൽ ഞാൻ ഞെട്ടിപ്പോയി സുഹൃത്തുക്കളെ. എൻ്റെ തലയിലെ പകുതിയിൽ 3/4 ഭാഗവും മുടി പുള്ളി മുറിച്ചെടുത്തിരിക്കുന്നു. എന്നാ കോരാണോ എന്തോ. എന്നാലും വേണ്ടില്ല, സാരില്ല. നമ്മൾ വന്ന ആവശ്യം എന്തായാലും ഭംഗിയായി നടന്നു. ദർശനയുടെ മുടി സ്ട്രെയിറ്റായി, കളറായി, മൊത്തത്തിലൊരു കളറായി. എൻ്റെ മുടിയിലോട്ട് നോക്കുമ്പോൾ എനിക്കൊരു വിഷാദമുണ്ടെങ്കിലും അവളുടെ മുടിയിലോട്ട് നോക്കുമ്പം ആ സന്തോഷം ഞാൻ നേടിയെടുത്ത്. അവളുടെ ചിരി കണ്ട് മനസ്സ് നിറഞ്ഞ് എൻ്റെ കരച്ചിൽ ആരും കാണാനില്ലാത്തതുകൊണ്ട് ഞാൻ കരയാനും നിൽക്കാതെ കണ്ണാടി നോക്കി നോക്കി എൻ്റെ വിഷമം ഞാൻ കടിച്ചൊതുക്കി. ആരോട് പറയാൻ, ഇനി വളരുന്നവരെ കാത്തിരിക്കാം, അത്ര തന്നെ.